5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഹിന്ദുക്കൾ വളരെ അഹങ്കാരത്തോടുകൂടിയും സ്വാഭിമാനവും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ 1800കളിൽ ഒരു കാലഘട്ടത്തെക്കുറിച്ച് കൂടി ഓർത്തിരിക്കണം. ഇന്ന് ചട്ടമ്പി സ്വാമികളുടെ 101ാം സമാധി ദിനമാണ്. ഒരു കാലഘട്ടത്തിൽ സമുദായത്തിൽ ഹിന്ദു സമാജത്തിനകത്തുള്ള ജാതിയുടെ വലിയ തർക്കങ്ങൾക്കിടയിൽ ധാരാളം ആളുകൾ മുസ്ലിം ആവുകയും ക്രിസ്ത്യാനിയാവുകയൊക്കെ ചെയ്തു. അന്ന് വേദങ്ങൾ പഠിക്കുവാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പഠിപ്പിക്കില്ലായിരുന്നു പലരെയും. ചട്ടമ്പി സ്വാമികളെ സംസ്കൃതം പഠിപ്പിച്ചിരുന്നില്ല, പഠിക്കാൻ ഒളിച്ചു നിന്നൊക്കെയാണ് ആദ്യം പഠിച്ചത്. അവസാനം സംസ്കൃത പണ്ഡിതനായി വേദങ്ങൾ നിരൂപണം നടത്തി വലിയ വേദാന്തിയായി. അതിലൊക്കെ ഉപരി ഇന്ന് ഹിന്ദുക്കൾ വല്ലാതെ കടപ്പെട്ടിരിക്കുന്ന സ്വാമിമാരിൽ പ്രധാനിയാണ് ചട്ടമ്പി സ്വാമികൾ. എന്താണ് കടപ്പാട്? ഞാൻ പറഞ്ഞല്ലോ, ഒരു വശത്ത് കഷ്ടപ്പാട്, ദാരിദ്ര്യം, മറുവശത്ത് സ്വമതത്തിലെ വിവിധ ജാതികളിൽ നിന്നുള്ള എതിർപ്പുകൾ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. ക്രിസ്ത്യാനിയായാൽ താഴ്ന്ന ജാതിക്കാരൻ, ക്രിസ്ത്യാനിയായാൽ പിന്നെ ഉയർന്ന ജാതിക്കാരെ കൂടെ നടക്കാം, വേദി പങ്കിടാം, പന്തിഭോജനത്തിലിരിക്കാം, എന്തും ചെയ്യാം. അങ്ങനെ വളരെ വ്യാപകമായി ഹിന്ദു മതത്തിൽ നിന്ന് ആളുകൾ പലായനം ചെയ്തപ്പോൾ അതിൽ മനം നൊന്ത് കുമാരനാശാനും ഗുരുദേവനും അയ്യങ്കാളിയും അയ്യാഗുരുവും ഒക്കെ വലിയ വേദനപ്പെട്ടിരുന്നു. അവരെല്ലാം പക്ഷേ ആത്മീയതയുടെ മാർഗങ്ങളാണ് സ്വീകരിച്ചെങ്കിൽ ചട്ടമ്പി സ്വാമികളും ആത്മീയതയോടൊപ്പം തന്നെ ക്രിസ്തുമത ചേതനവും ക്രിസ്തുമത വിചാരവും ഒക്കെ എഴുതി നാടുനീളെ പ്രസംഗിച്ച് തെരുവുകളിൽ, ചന്തകളിൽ, മാർക്കറ്റുകളിൽ, അതുപോലെ തന്നെ ചെറിയ ചെറിയ ജംഗ്ഷനുകളിലൊക്കെ പോയി വല്ലാതെ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ചട്ടമ്പി സ്വാമികൾ ഈ സമാജത്തെ പിടിച്ചു നിർത്തിയത്. 1892 സ്വാമി വിവേകാനന്ദൻ കേരളത്തിലെത്തിയിരുന്നു. അന്ന് ചട്ടമ്പി സ്വാമികൾ തൊട്ടടുത്ത വീട്ടിലുണ്ട് എന്ന്, ഒരു ദിവ്യനാണ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, ഒരു അവധൂതൻ തൊട്ടടുത്ത വീട്ടിലുണ്ട് എന്ന് സ്വാമി വിവേകാനന്ദനോട് മറ്റുള്ളവർ ചെന്ന് പറഞ്ഞു, ശിഷ്യന്മാർ. സ്വാമി വിവേകാനന്ദൻ ആദ്യം അത് മൈൻഡ് ചെയ്തില്ല, അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ കണ്ടോളാം എന്നുള്ള നിലയിൽ നിന്നു. പക്ഷേ ചട്ടമ്പി സ്വാമികൾ ഇത് അറിഞ്ഞ ഉടൻ തന്നെ സ്വാമി വിവേകാനന്ദനെ കാണാൻ പോവുകയും വിവേകാനന്ദന് ചിന്മുദ്രയുടെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും പ്രായോഗികമായി മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതിന് പോയതിന് ശേഷം സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്, കേരളത്തിൽ ഇങ്ങ് തെക്ക് വലിയൊരു വേദാന്തി സന്യാസി ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുകയുണ്ടായി. പിന്നെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. കാരണം അവധൂതന്മാരും ദിവ്യന്മാരും ആകുമ്പോൾ അവർക്ക് പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റും. ഭക്ഷണം കഴിക്കുന്ന എലിയെ ശാസിച്ച് നേരെ നിർത്തിയ കാര്യം, കട്ടിലിനോടൊപ്പം തന്നെ പാമ്പും പഴുതാരയും ഉറുമ്പും എലിയും ചേരയും ഒക്കെ വന്ന് കിടക്കുകയും ചട്ടമ്പി സ്വാമികളെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ, സകല ജീവജാലങ്ങളോടും സംവേദനം ചെയ്യുവാൻ, സംസാരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, അവരുടെ ആശയ സംവേദനത്തിനുള്ള രീതികൾ മനസ്സിലാക്കിയിരിക്കുക, പിടിക്കാൻ വന്ന പുലിയെ എലിയെപ്പോലെ ഒതുക്കിയെടുക്കുക, അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുമൊക്കെ കാണിച്ചിരുന്നു. ദിവ്യത്വവും ധാരാളം ഉണ്ടായിരുന്നു. സംസ്കൃതം നന്നായി പഠിച്ചിരുന്നു, വേദനിരൂപണം നടത്തിയിരുന്നു, വേദാന്തത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, ആദിശങ്കരൻ്റെ പല സിദ്ധാന്തങ്ങളെയും ചോദ്യം ചെയ്തിരുന്നു, ഷൺമോദാസ്, അയ്യപ്പൻ എന്നീ പേരുകൾ അറിയപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ഇന്ന് ഹിന്ദു സമാജം അത്ര കണ്ട് ഒരു മഹത് വ്യക്തിത്വത്തെ പോലെ മറ്റ് പല ഗുരുക്കന്മാർക്കും കൊടുക്കുന്ന സ്ഥാനം കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവും വളരെ പ്രധാനമാണ്. എന്തായാലും ചട്ടമ്പി സ്വാമികളുടെ 101ാം സമാധി ദിനമാണ്. ഹിന്ദു സമാജവും ഹിന്ദു സമൂഹവും ഹിന്ദുമതവും എല്ലാം വല്ലാതെ കടപ്പെട്ടിരിക്കുന്ന സന്യാസിവരിമാരിൽ, അവധൂതന്മാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തിത്വമാണ് ചട്ടമ്പി സ്വാമികൾ. അയ്യാഗുരുവായിരുന്നു. അയ്യാഗുരുവിൻ എന്ന് പറയുന്ന ഗുരുവിനോടൊപ്പം കൂടെ സഹയാത്രികനായിരുന്ന ശ്രീനാരായണ ഗുരുദേവനോടൊപ്പം, അയ്യങ്കാളിയോടൊപ്പം കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ തെക്കൻ പ്രദേശങ്ങളിൽ വളരെ വ്യാപകമായ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഏറ്റവും മുൻപന്തിൽ നിന്നിട്ടുള്ള, എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്നതിൽ വളരെ ഗൗരവപരമായി സമൂഹത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പം നമുക്ക് അവരെ പോലെയുള്ളവരെ, മഹാരഥന്മാരെ ഒരു കടപ്പാട് തീർക്കുന്നത് അവരുടെ സമാധിനത്തിനും ജന്മദിനത്തിലും അവരുടെ ഓരോ സംഭാവനകളും ഓർത്തുകൊണ്ടും അത് ജീവിതത്തിൽ നടപ്പിലാക്കിക്കൊണ്ടുമൊക്കെയാണ്. നിർഭാഗ്യവശാൽ ഇന്നിപ്പോൾ 101ാം ചരമദിനം അല്ലെങ്കിൽ സമാധി ദിനം നടന്നിട്ട് എത്ര പേർ അത് ആഘോഷിച്ചു, എത്ര പേരത് ഓർത്തു, എന്തെല്ലാം നടന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. എന്തായാലും ഹിന്ദു സമാജം, ഹിന്ദുമതം തമ്മിലടിച്ചും ജാതിയുടെ പേരിൽ, തൊട്ടുകൂടായ്മയുടെ, തീണ്ടിക്കൂടായ്മയുടെ പേരിലൊക്കെ വല്ലാതെ കലഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു സ്വാഭിമാന ഹിന്ദുവാക്കി മാറ്റുന്നതിൽ
മതത്തെക്കുറിച്ചുള്ള ഉദ്ബോധനം നടത്തുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള, നേതൃത്വപരമായ പങ്കാളിത്തം വഹിച്ച ചട്ടമ്പി സ്വാമികൾ, സ്വാമി വിവേകാനന്ദനെ പോലും അത്ഭുതപ്പെടുത്തിയ, സ്വാമി വിവേകാനന്ദനെ പോലും ഉപദേശിച്ചിട്ടുള്ള വളരെ ഗൗരവതരമായ ഒരു സന്യാസിവരനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. മനോമണി സുന്ദരംപിള്ള എന്ന തിരുവിതാംകൂറിലെ ആദ്യത്തെ MA കാരൻ, അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് ധാരാളം കാര്യങ്ങൾ വായിക്കുകയും എഴുതുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആംഗലേയ ഭാഷയൊക്കെ നന്നായി പഠിക്കാൻ ശ്രമിച്ചിരുന്നു, സംസ്കൃതം പഠിക്കാൻ ശ്രമിച്ചിരുന്നു, സംസ്കൃതം നന്നായി അറിവുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വളരെ ഗൗരവമായ ഒരു സന്യാസിവരനായി, സ്വാമിജിയായി, വേദാന്തിയായി, നവോത്ഥാന നായകനായി കേരളത്തിൽ പരിലസിച്ചിരുന്ന ചട്ടമ്പി സ്വാമിക്ക് അർഹിക്കുന്ന ഗൗരവം ഹിന്ദു സമാജം നൽകുന്നുണ്ടോ എന്നുള്ളതും കൂടി ഈ സമാധി ദിനത്തിൽ വിലയിരുത്തപ്പെടേണ്ടതാണ്.